മോഹനിലേക്ക് നമുക്കൊന്ന് പോയി വരാം. ദീപക് മോഹൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ പുഞ്ചിരി വട്ടം എന്ന് പറയുന്ന പ്രദേശത്താണ്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമേ അവിടെ ആ ദൃശ്യങ്ങൾ പകർത്താനുള്ളൂ. പലയിടങ്ങളിൽ നിന്നും വരുന്ന കാഴ്ചകൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ദീപക്, എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ? ദീപക്, അരുൺകുമാർ, ഹൃദയഭേദകമായ കാഴ്ചകൾ തന്നെയാണ്. നമ്മൾ പോകുന്ന പല പ്രദേശങ്ങൾക്ക് സമീപത്തും ഇത്തരത്തിൽ ഈ രക്ഷാപ്രവർത്തകർ നേരത്തെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഈ പുഞ്ചിരിമട്ടത്തിന് സമീപത്തുള്ള പള്ളിക്ക് താഴെ ആണ് ഈ വലിയ തോതിൽ പാറക്കൂട്ടങ്ങൾ വന്നടിഞ്ഞ് അതിനടിയിൽ മൃതദേഹങ്ങൾ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇപ്പോൾ NDRF സംഘം ആ ഭാഗത്തേക്ക് തിരച്ചിലിന് ഇറങ്ങുകയാണ്. ഇന്നലെ വലിയ കുത്തൊഴുക്കായിരുന്നു. എന്നാൽ ഇന്ന് മഴയ്ക്കൽപ്പം ശമനമുള്ളതുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം വലിയ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ എതിർവശത്ത്, അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ NDRF സംഘവും ഫയർഫോഴ്സും ആ ഭാഗത്ത് ഈ തൊട്ടടുത്തുള്ള തൊഴിലാളി ലയത്തിലുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന ഭാഗത്താണ് ഇപ്പോൾ NDRFും ഫയർഫോഴ്സ് സംഘവും രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആ ഭാഗത്ത് മണ്ണിനടിയിൽ ആളുകൾ പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നേരത്തെ അവർ പറഞ്ഞിരുന്നു. അതിന് പ്രകാരം ആ ഭാഗത്ത് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അതിന് സമീപത്ത് ഇപ്പോൾ ഈ കല്ലുകൾ കൂടിക്കിടക്കുന്ന പ്രദേശത്ത് മണ്ണുകൾ ഇടിഞ്ഞ ഭാഗം കാണാം. ആ ഭാഗത്ത് ഇന്നലെ നമ്മൾ വന്ന സമയത്ത്, അതായത് ഇന്നലെ നമ്മൾ SOG ഗ്രൂപ്പിൻ്റെ സഹായത്തോടു കൂടി ഈ ട്രീ വാലി റിസോർട്ടിലെ ആളുകളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ആ ഭാഗത്ത് മണ്ണിടിഞ്ഞിരുന്നില്ല. എന്നാൽ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ആ ഭാഗത്ത് കൂടുതൽ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ ഇടതുഭാഗത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണാം, ഈ പുഴ ഗതിമാറി ഒഴുകുന്ന സമീപത്ത് ചേർന്ന പ്രദേശത്ത് വെളുത്ത മഞ്ഞ നിറത്തിലുള്ള ഈ ബിൽഡിംഗാണ് ഈ മുണ്ടക്കൈ LP സ്കൂൾ. ഈ LP സ്കൂളിൻ്റെ താഴ്ഭാഗത്താണ് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ 4 അംഗ സംഘം രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആ ഭാഗത്ത് ആളുകൾ പോയിട്ടുണ്ട്. ഈ സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തുള്ള ചെറിയ ഈ ശൗചാലയത്തിന് സമീപത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള രീതിയിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതനുസരിച്ച് ആ ഭാഗത്തു നിന്ന് രക്ഷാപ്രവർത്തകർ അതിന് ചെങ്കുത്തായ ഒരു ഇറക്കമാണ്. ആ പ്രദേശം ഒന്നാകെ തന്നെ തുടച്ച് മുൻപോട്ടേക്ക് നീങ്ങിപ്പോയി. ആ ഭാഗത്ത് ആളുകളില്ല. ആ 4 പേർ ഇപ്പോൾ 4 ഫയർഫോഴ്സിൻ്റെ രക്ഷാപ്രവർത്തകർ ആ ഭാഗത്തു നിന്ന് മുകളിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പക്ഷേ വഴുതലുണ്ട്. ആ ഭാഗത്ത് തെന്നി വീഴാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മുകളിലോട്ട് കയറുന്നത് ശ്രമകരമാണ്. മുകളിൽ നിന്ന് 2 ആളുകൾ പിടിച്ച് നീളത്തിൽ റോപ്പ് വലിച്ച് താഴെയുള്ള 2 ആളുകൾ മുകളിലേക്ക് കയറാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഭാഗത്ത് വലിയ പരന്നു കിടക്കുന്ന പച്ചപ്പ് വിരിച്ച ഒരു തേയിലത്തോട്ട പ്രദേശമായിരുന്നു. എന്നാൽ ഉരുൾപൊട്ടലിന് ശേഷം വലിയ തോതിൽ ഈ ഭാഗത്തേക്ക് മണ്ണും ചെളിയും വന്നടിഞ്ഞ് ഈ പ്രദേശം തന്നെ കാണാനില്ലാത്ത ഒരു പുഞ്ചിരിമട്ടത്തു നിന്നുമുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇവിടെയാണ് ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമെന്ന് സംശയിക്കുന്നു. ഈ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്, അവിടെ രക്ഷാപ്രവർത്തകർ എത്തുന്ന ദൃശ്യങ്ങളാണ് തത്സമയം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ ഭീതിതമായ കാഴ്ചകളാണ് അവിടെ നിന്നും പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. ദീപക് മോഹനും സംഘവുമാണ് ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രഭവ കേന്ദ്രത്തിലുള്ളത്.